നമസ്കാരം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരാക്രമണം ഉണ്ടായേക്കാം എന്നുള്ള ഇന്റലിജൻസ് വിവരമാണ് ഓസ്ട്രിയ, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം വർദ്ധിക്കുന്നു എന്നത് ഈ ഭീഷണിക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുകൂടി ജർമ്മനിയുടെ ഇന്റീരിയർ മിനിസ്റ്ററായ നാൻസി ഫീസർ പ്രതികരിച്ചിട്ടുണ്ട്. പുതുവത്സരത്തിന്റെ തലേ ദിവസം ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടാകും എന്നുള്ള ഒരു സൂചന അതിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ കോളഗ്ന കത്തീഡ്രലിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ കത്തീഡ്രലിൽ എത്തുന്ന എല്ലാ വിശ്വാസികളെയും വളരെ വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാ സന്ദർശകർക്കും സെക്യൂരിറ്റി ചെക്കും മറ്റും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നിലവിൽ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി പോലും നൽകുന്നത്. കത്തീഡ്രലിന്റെ സമീപത്ത് കനത്ത പോലീസ് സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. അങ്ങനെ ക്രിസ്മസിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ പള്ളികളിലും ക്രിസ്മസ് മാർക്കറ്റുകളിലും ഒക്കെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ ഓസ്ട്രിയൻ പോലീസും അവിടെ വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 24-നും 31-നുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തും കനത്ത ജാഗ്രത തന്നെയുണ്ട്. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ആഘോഷവേളകൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭീകരാക്രമണം നടത്തുക എന്നത് ഭീകരവാദികളുടെ ഒരു പതിവാണ്. അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ആക്രമണം നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക പോലും കഴിഞ്ഞ വർഷങ്ങളിൽ കാണുകയുണ്ടായി. എന്തായാലും ഇന്ത്യയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുംബൈയിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. മുംബൈയിൽ ജനുവരി 18 വരെയാണ് നിരോധനാജ്ഞ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും VVIPകൾക്ക് നേരെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടാകാം എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ക്രിസ്മസിന്റെ പുലരിയിലേക്ക് ലോകം കണ്ണു തുറന്നു നോക്കുന്നതിനിടയിലും ഒരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അത് ഭീകരാക്രമണം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ജാഗ്രത ഒരുക്കിക്കൊണ്ട് ലോകം ഒന്നടങ്കം മുന്നോട്ട് പോകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.